ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സ്ലിറ്റ് ടൈപ്പ് വരുന്ന പ്രിൻസസ് കട്ട് കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ 2.5 മീറ്റർ ക്ലോത്ത് എടുക്കുക. അപ്പോൾ ഇതിൽ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ നമുക്ക് പ്രിൻസസ് കട്ട് കുർത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സാരി ഇതുപോലെയാണ്, മുന്താണിയുടെ ഭാഗമൊക്കെ സാരി വരുന്നത്. അപ്പോൾ ഈ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇപ്പോൾ 2.5 മീറ്ററിൻ്റെ ലൈനിങ് ക്ലോത്തും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ സാരി ഇവിടെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. ചുരിദാറിന് നമ്മൾ മടക്കി എടുക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡും ഇപ്പുറത്തെ സൈഡിൽ ഓപ്പൺ സൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ലെങ്ത്ത് ഇവിടെ എടുക്കുന്നത് 45.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 47 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്നും ടേപ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഇവിടെ 6.25 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. നിങ്ങൾ എത്രയാണ് ആം ഹോൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. കാരണം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു കട്ടിങ് വരുന്നുണ്ട്. പ്രിൻസസ് കട്ട് ആം ഹോളിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ ഒരു കട്ടിങ് വരുന്നതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ മുകളിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആം ഹോൾ വരച്ച ആ പോയിന്റിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് എനിക്ക് 40 ഇഞ്ചാണ്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. 10 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് 1 ഇഞ്ചും കൂടി കൂട്ടി 11 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. അപ്പം തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 12.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തത്. ഇനി മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക 14.5 ഇഞ്ച്. ഇത് സ്ലിറ്റ് ടൈപ്പ് ആയതുകൊണ്ട് സ്ലിറ്റ് ലെങ്ത്ത് 21 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 9 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ നേരത്തെ മുകളിൽ 1 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കുക. അപ്പോൾ 10 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയെടുക്കുക. അപ്പോൾ 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് വരുന്നത് ഇവിടെ 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടി കൂട്ടി 11.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് തയ്യൽത്തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക, സ്ലിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് 12.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക. താഴെ ഭാഗത്ത് ഞാനിവിടെ മുകളിൽ മാർക്ക് ചെയ്ത അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് ചെയ്യുന്നത്. 11.5 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് കൂടി കൂട്ടി 12.5 ഇഞ്ച്. വീണ്ടും നമ്മൾ തയ്യൽത്തുമ്പ് 1 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. അപ്പോൾ 13.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സ് യോജിപ്പിച്ച് വരച്ചെടുക്കുക. അപ്പോൾ ഒരു സ്കെയിൽ വെച്ച് ഞാനിവിടെ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. അത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അത് തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ 3.5 ഇഞ്ചിൽ നിന്നും ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോൾ കർവ് വരച്ചെടുക്കുക. ആം ഹോൾ കർവ് 1.5 ഇഞ്ചാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്നും ആം ഹോൾ കർവിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് തൊട്ട് ബാക്ക് ആം ഹോളിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡറിൻ്റെ പീസൊന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ബോർഡറൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫോൾഡ് വരുന്നതുകൊണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ്ങും ഇട്ട് കൊടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ താഴത്തെ പീസ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പ്രിൻസസ് കട്ടിനുള്ള കട്ടിങ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിവിടെ പിന്ന് കുത്തിയെടുക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ടിനുള്ള മാർക്കിങ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒരു ഷേപ്പാണ് നമുക്ക് പ്രിൻസസ് കട്ടിനായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് അളവുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കുർത്തിയിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നും അളവെടുക്കുക. അതായത് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എവിടെയാണ് ബസ് പോയിൻ്റ് വരുന്നത് അവിടെയാണ് നമുക്ക് മാർക്കിങ് വരേണ്ടത്. എനിക്കിവിടെ ഒരു 10.5 ഇഞ്ചാണ് വരുന്നത്.
ഇനി നമ്മൾ 2 ബസ് പോയിന്റ് തമ്മിലുള്ള അകലമാണ് വരുന്നത്. എനിക്കിവിടെ ഒരു 7.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 3.25 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് ആ മുകളിൽ നിന്നും ടേപ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ബസ് പോയിന്റ് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 10.5 ഇഞ്ചാണ് വരുന്നത്. ഏകദേശം 10-10.5 ഇഞ്ചൊക്കെ ആയിരിക്കും മിക്കവർക്കും വരാം. നമുക്ക് മുകളിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണോണ്ട് 1/2 ഇഞ്ച് പോവും. അപ്പം നമുക്ക് 10.5യുടെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി ഞാനിവിടെ 11 ഇഞ്ചിലാണ് ആ പോയിന്റ് മാർക്ക് ചെയ്തത്. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇതുപോലെ ടേപ്പ് പിടിക്കുക. 2 ബസ് പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് കിട്ടിയത് 7.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്, തയ്യൽ തുമ്പ് അടക്കം. 7.5 ഇഞ്ചിൻ്റെ പകുതി എനിക്കിവിടെ 3.25 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 3/4 ഇഞ്ചും കൂടി കൂട്ടി 4.25 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ താഴെ വരെ 4.25 ഇഞ്ച് തന്നെ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുക. നമുക്കിത് സ്ലിറ്റ് ടൈപ്പ് കുർത്തി ആയതുകൊണ്ടാണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. ലൈനാണെങ്കിൽ നമ്മളിതുപോലെ എല്ലാം മാർക്ക് ചെയ്യുക. മാർക്കിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ താഴെ വരെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഈ ലൈൻസ് യോജിപ്പിച്ച് മുകൾ ഭാഗം വരെ ആ 11 ഇഞ്ച് വരെ നമ്മളിത് യോജിപ്പിച്ച് എടുക്കാം. ഇനി ആം ഹോളിൻ്റെ ഭാഗത്തൊരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് നമുക്ക് അളക്കണ്ട, ബാക്കിയുള്ള ഭാഗം ഒന്ന് നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ ടേപ്പിൽ നമുക്ക് ആ ഫ്രണ്ട് ആം ഹോളിൻ്റെ തയ്യൽ തുമ്പ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം വരുന്നത് 10.5 ഇഞ്ചാണ് എനിക്കിതുപോലെ നമ്മളിതുപോലെ ആ കർവ് ഷേപ്പ് അളന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. ഈ 10.5 ഇഞ്ചിൻ്റെ പകുതി, അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ ഒരു 5.25 ഇഞ്ചാണ് വരുന്നത്. അപ്പം മുകളിൽ നിന്ന് നമ്മൾ 5.25 എവിടെയാണ് വരുന്നത് അവിടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിൻസസ് കട്ട് കുർത്തിയുടെ മാർക്കിങ് വരുന്നത്. ഇനി ലൈനിങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ലൈനിങ് 4 മടക്കി ഇട്ടിട്ടുണ്ട്. ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ മെയിൻ ക്ലോത്ത് വെച്ചതിന് ശേഷം ഇതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ്ങും അവിടെ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് പീസിലും മെയിൻ പീസിലും പ്രിൻസസ് കട്ടിൻ്റെ മാർക്ക് ചെയ്ത ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സെൻറ്ററിലുള്ള പീസ് 2 പീസും സൈഡിലേക്ക് വരുന്ന പീസ് 4 പീസാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കട്ട് ചെയ്ത പീസ് നമുക്കിതുപോലെ നിവർത്തി ഇട്ട് നോക്കാം. അപ്പം ഞാനിവിടെ ബാക്ക് പാർട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്ത പീസ് നമുക്ക് കിട്ടുന്നത്. സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡ് ഭാഗത്ത് ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെയാണ് സ്ലീവ് എടുക്കുന്നത്. ഞാൻ സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് സ്ലീവിൻ്റെ ആം ഹോൾ ഷേപ്പ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുക. സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 5.25 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 6.25 ഇഞ്ചിൽ ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് സ്ലീവ് കട്ട് ചെയ്തെടുത്തു. സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ്സും ഇട്ട് കൊടുത്തു. അതിനുശേഷം സ്ലീവ് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഒരു സൈഡ് വശത്ത് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അവിടെയും ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തെ ലൈനിങ് പീസാണ് ഞാൻ ആദ്യം നിവർത്തിയിട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് മെയിൻ പീസ് ഇതുപോലെ നമ്മൾ കയറ്റി വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡ് വശത്തെ മെയിൻ പീസ് മാത്രം നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ലൈനിങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് വെച്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. 2 വശവും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. കറക്റ്റ് ആ അറ്റം ഭാഗത്തു നിന്നാണ് ഞാനിവിടെ പിൻ കുത്തിയിട്ടുണ്ട്. അറ്റം ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെയാണ് ഇപ്പുറത്തെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്കിത് കറക്റ്റായിട്ട് നല്ല ഭംഗി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തെ പീസും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 സൈഡ് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ സൈഡ് വശത്തെ പീസുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ മെയിൻ പീസ് സൈഡ് വശത്തെ മെയിൻ പീസ് ഇതിൻ്റെ
ഉൾസൈഡിലേക്ക് മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് സൈഡ് വശത്തെ. അപ്പോൾ സൈഡ് വശത്തെ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ താഴത്തെ ഭാഗം ഒന്ന് മടക്കി രണ്ടാക്കി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വശവും അങ്ങനെ തന്നെ ആ മെയിൻ പീസ് ഉൾസൈഡിലേക്ക് പോകണം. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്താണ് നമ്മൾ ലൈനിങ് പീസ് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ മെയിൻ പീസ് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ ലൈനിങ് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തെ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് നല്ല വശത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇപ്പുറത്തെ സൈഡ് വശവും ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2 സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാതെ വളരെ നീറ്റായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ഭാഗവും നമ്മൾ മടക്കി നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. 9 ഇഞ്ചാണ് വീതി വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പിൻകുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ഷേപ്പ് വരച്ച് ഒരു യു നെക്കാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ചെയ്തെടുക്കുകയാണ്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് ലൈനിങ് ക്ലോത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സൈഡ് വശമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിത് സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ഇനി ക്യാൻവാസ് ഇതിൻ്റെ ഉൾസൈഡിലേക്ക് ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ബാക്ക് പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ചെറിയ കട്ടിങ്സ് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ബാക്ക് നെക്കും നമ്മളിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡ് വശം നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് സ്ലിറ്റ് വരെ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് 2ആക്കി മടക്കി സ്ലിറ്റിൻ്റെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി താഴത്തെ വശവും നമ്മൾ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ആ ലൈനിങ് പീസ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ കുർത്തി കിട്ടിയിരിക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പ്രിൻസസ് കട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡും നമ്മൾ ഇതുപോലെ തന്നെയാണ് പ്രിൻസസ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.